അഞ്ചൽ കലേന്ദ്രൻ തിരോധാന കേസിൽ ഇരുട്ടിൽ തപ്പി പോലീസ് 5 മാസം കഴിഞ്ഞിട്ടും തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കലേന്ദ്രൻ കൊല്ലപ്പെട്ടെന്നും വനത്തിലോ മാലിന്യ കൂമ്പാരത്തിലോ കുഴിച്ചു മൂടിയെന്നും കുടുംബം ആരോപിക്കുന്നു. കൊല്ലം അഞ്ചൽ അലയമൺ വനത്തുമുക്ക് സ്വദേശി കലേന്ദ്രനെ കാണാതായിട്ട് 5 മാസമായി. 2023 ഡിസംബർ 17 മുതലാണ് ഇയാളെ കാണാതായത്. വനമേഖല ഉൾപ്പെട്ട സ്ഥലത്തുള്ള സുഹൃത്തിന്റെ വീട്ടിലാണ് അവസാനമായി തങ്ങിയത്. ഇതിനുശേഷമാണ് കലേന്ദ്രനെ കാണാതായത്. നാട്ടുകാരും പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം വനമേഖലയിൽ നടത്തിയ പരിശോധനയിൽ കലേന്ദ്രന്റെ കൈലിയും തോർത്തും ഉടുപ്പും കണ്ടെത്തിയിരുന്നു. എന്നാൽ കലേന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ കേസ് അന്വേഷിക്കുന്ന അഞ്ചൽ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. കലേന്ദ്രനെ സുഹൃത്തുക്കൾ ചേർന്ന് കൊലപ്പെടുത്തി വനത്തിനുള്ളിലോ മാലിന്യ കൂമ്പാരത്തിലോ കുഴിച്ചുമൂടിയതാകാമെന്നാണ് കുടുംബത്തിന്റെ പരാതി. വിവാഹിതനായ കലേന്ദ്രൻ ഭാര്യയുമായി പിണങ്ങി സഹോദരി സുലയോടൊപ്പം വനത്തുമുക്കിലെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഡിസംബർ 16 രാത്രി ഇയാൾ വീട്ടിലെത്തിയിരുന്നില്ല. തൊട്ടടുത്ത ദിവസം രാവിലെ സഹോദരി സുലയുടെ മകൾ റോഡിൽ വെച്ച് കലേന്ദ്രനെ കണ്ടിരുന്നു. താൻ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നുവെന്നും വൈകിട്ടോടെ വീട്ടിലെത്തുമെന്നും സഹോദരിയുടെ മകളോട് കലേന്ദ്രൻ പറഞ്ഞു. എന്നാൽ രാത്രിയായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അവിടെ നമുക്കൊന്നും ചെയ്യാനേ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏക്കർ കണക്കിന് അത് കൊണ്ടുവന്ന് കൂട്ടിയേക്കുക. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആ സമയം അത് അങ്ങനെയൊന്നും ചെയ്തിട്ടിട്ടില്ലായിരുന്നു. ഇവനെ കാണാതായി. ഇപ്പം ഞങ്ങൾ തിരക്കി ചെന്നപ്പോൾ അവിടെ ഒരു കുഴി 2-3 കുഴിയൊക്കെ ഉണ്ട്. ആ കുഴിയെല്ലാം നികത്തിയിട്ടേക്കും. ഞങ്ങൾക്ക് സംശയം അവിടെ തന്നെ. ഫാമിൽ പോലീസുകാർ പിന്നെ ഇവർ ഫയർഫോഴ്സുകാർ. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഫയർഫോഴ്സുകാരുടെ ആവശ്യം അവിടെ ഇല്ല. കാരണം ഈ പന്നിക്കുഴി നികത്താതിട്ടിരുന്നെങ്കിൽ നമുക്കത് ശരി നോക്കാം. അല്ലാതെ JCB ആണെങ്കിൽ ആ കുന്ന് 2 തട്ടി നിർത്തിയാലെങ്കിലും നമുക്ക് എന്തെങ്കിലും. കാരണം അവിടെ പൈസയ്ക്ക് പണങ്ങി ബംഗാളി പിള്ളേരായിരുന്നു അവിടുത്തെ പണി, കാട്ടിലെ പണിക്ക് പോകുന്നോളാണ്. അപ്പം നമ്മൾ അന്ന് ചെല്ലുന്ന സമയത്തിന് 10-25 ബംഗാളി പിള്ളേരെ കൂടുതലുണ്ട് അവിടെ പണിക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇനി ആ കുഴി മാന്തി നോക്കപ്പോഴത്തേക്ക് ഇനി എത്ര എണ്ണ അതിനകത്തുണ്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അത് കോരി നോക്കുവാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. സുഹൃത്തിന്റെ വീട് കേന്ദ്രീകരിച്ച് പന്നിയിറച്ചി വിൽപ്പന നടത്തിയിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പണത്തെ ചൊല്ലി കലേന്ദ്രനും മറ്റുള്ളവരും തമ്മിൽ തർക്കമുണ്ടായതായും ഇത് കൊലപാതകത്തിലേക്ക് നയിച്ചതാകാമെന്നുമാണ് ബന്ധുക്കൾ സംശയിക്കുന്നത്. തിരോധാനത്തെ കലേന്ദ്രന്റെ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്തു. ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ അന്വേഷണം തൃപ്തികരമല്ലെന്നും മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് കുടുംബം. ന്യൂസ് മലയാളം, കൊല്ലം.